എന്താ മോളെ, അർച്ചന ഗർഭിണി തന്നെയല്ലേ? അത് പ്രഗ്നൻസിയുടെ സൂചനയൊന്നും അല്ലായിരുന്നു അച്ഛാ. അർച്ചന പ്രഗ്നന്റ് അല്ല. നിങ്ങളെല്ലാരും ഇങ്ങനെ ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അല്ല എന്നേ ഉള്ളൂ. പോട്ടടാ, സമയമായിട്ടില്ല. ഇതിനൊക്കെ ഓരോ സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും എല്ലാം ഭംഗിയായിട്ട് നടന്നോളൂ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയില്ലേ? നീ അകത്തേച്ചില്ല. എന്നിട്ട് അർച്ചനയെ സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് വാ. അവളെ വിഷമിപ്പിക്കാത്ത രീതി വേണം സംസാരിക്കാൻ. ചെല്ലേ. അതെ, എന്തിരിപ്പാ ഇത്? അല്ല സച്ചേട്ടാ, എല്ലാവരും നമ്മളൊക്കെ ആഗ്രഹിച്ചൊന്നുമില്ലേ ഉള്ളൂ. നന്ദേട്ട ഇപ്പൊ എന്നോട് പറഞ്ഞ പോലെ സമയമായിട്ടില്ലടോ. നമ്മുടെ ലെവനും കുശനും എന്നെ പോലിരിക്കണോ അതോ തന്നെ പോലിരിക്കണോ എന്ന് ഈശ്വരന് കൺഫ്യൂഷൻ ആയിരിക്കും. ആ കൺഫ്യൂഷൻ മാറി പുള്ളി ഒന്ന് കൺഫേം ചെയ്താൽ നമ്മളിപ്പോൾ ആഗ്രഹിച്ചത് അന്ന് കേൾക്കും. അതിന് താനിങ്ങനെ വലിയ ഡിപ്രഷനിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. താൻ എഴുന്നേറ്റ് വന്നേ. ദേ, സന്ധ്യ ഡോക്ടർ ഇറങ്ങാൻ നിൽക്കുക. വാ. അതെ, ഇങ്ങനെ നിൽക്കാനും മാത്രം അർച്ചന തെറ്റൊന്നും ചെയ്തില്ലല്ലോ. നമുക്കൊരു സംശയം തോന്നി. അത് സന്ധ്യ വിളിച്ച് ക്ലിയർ ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. ഞാനും അതാ പറയുന്നേ. അതിനു മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു കാര്യം പറയാം. അർച്ചന ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. എപ്പോഴും നല്ല ധൈര്യത്തിൽ ആകാശം ഇടിഞ്ഞു വീണാലും സാരമില്ല എന്ന മനോഭാവത്തിലുള്ള ആ പ്രസരിപ്പുള്ള അർച്ചനയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടവും. ഈ ചെറിയ കാര്യത്തിന് എൻ്റെ ഈ അഭിപ്രായം മാറ്റിക്കരുത്. ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ആ സന്തോഷം നമ്മൾ ആഘോഷമാക്കും. പോലെ അർച്ചനെ, അതാണ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ നന്ദേട്ടാ. ഇപ്പൊ എല്ലാവരുടെയും മുഖത്തുള്ള ഈ സമാധാനം കളയുന്ന എന്തെങ്കിലും ആണെങ്കിൽ നീ പറയണ്ട. ഒന്നാമത് നിനക്ക് എപ്പോ എന്ത് എവിടെ പറയണമെന്ന് ചില നേരത്ത് അറിയത്തില്ല. അതുകൊണ്ടാ ഞാൻ നല്ലൊരു കാര്യം പറയാനാ വന്നത്. എന്നാ പറ. അത് മറ്റൊന്നുമല്ല, സച്ചിയുടെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായില്ലേ. ഇതുവരെ അർച്ചന ഗർഭിണിയാവാത്തതുകൊണ്ട് സച്ചി അർച്ചനയും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റെങ്ങും പോണ്ടല്ലോ, സന്ധ്യയുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെക്കപ്പ് നടത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ.
എന്റെ ഭാര്യ പറയുന്ന രണ്ടാമത്തെ ഗുണമുള്ള കാര്യം. സച്ചി, അത് നല്ലതാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോ. എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ മിടുക്കിയായ ഒരു ഡോക്ടറില്ലേ നമുക്ക്. എല്ലാ സന്ധ്യ നോക്കിക്കോളും, അല്ലേ ഡോക്ടർ? ആ അതെ അതെ. ഉടനെ ഒരു ദിവസം സച്ചി അർച്ചനയും അങ്ങോട്ട് വരും മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. പേഷ്യൻസ് വെയിറ്റിംഗാ. ശരി. ശരി. സന്ധ്യ, അർച്ചന ഗർഭിണിയല്ലാത്തതിന് അവരൊക്കെ വിഷമിക്കുന്നത് മനസ്സിലാക്കാം. അത് നോക്കാൻ വന്ന ഡോക്ടർ എന്തിനാ ഇത്രയും വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ അർച്ചനേക്കാളും വിഷമം നിനക്കാണല്ലോ. ഇത്രയ്ക്കും തരം താണ കളി കളിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുമോ അവന്തികെ? എന്നാലും ഇതിത്തിരി കടന്നുപോയി. നീയൊക്കെ എന്നെ കൊണ്ട് കളിപ്പിച്ചതല്ലേ ഇത്? നീയും അർച്ചന എന്ത് കരുതി? എന്നെ ഈ മതിൽക്കെട്ടിനകത്ത് തളച്ചിട്ടാ ഞാനിവിടെ കുടുംബിനിയായിട്ട് കഴിഞ്ഞോളുന്നോ? നിനക്കൊക്കെയുള്ള പണി ഈ വീടിനകത്തിട്ട് തരാൻ അവന്തികയ്ക്ക് മിടുക്കുള്ളപ്പോ ഞാനെന്തിനു പുറത്തു പോന്നേ? ഇതോടെ എല്ലാം തീർന്നു എന്നാണോ നീ കരുതുന്നേ? ഇപ്പൊ അകത്ത് കണ്ടതേ ട്രെയിലർ മാത്രാ. മുഴുവൻ പടം ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോ നെല്ലിശ്ശേരി വീടിനകം ഒരു മരണ വീട് പോലെയാവും. നിന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും. അവന്തികയെ പൂട്ടാൻ നീ അർച്ചനയ്ക്ക് ഉപദേശം കൊടുക്കുന്ന നിന്റെ ആ നാവുണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ പറയും അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവില്ലാന്ന്. ഈശ്വരന് പോലും തിരുത്താൻ കഴിയാത്ത ആ സത്യം കേട്ട് ഇവിടുത്തെ ഓരോരുത്തരും തകർന്നു നിൽക്കുന്നത് എനിക്ക് കാണണം. അർച്ചനയുടെ ഇനി ഒരിക്കലും തോരാത്ത കണ്ണീരാ നാടുവിട്ടുപോയ എന്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിൽ ഭാര്യയായ ഞാൻ അർച്ചനയ്ക്ക് കൊടുക്കാൻ പോകുന്ന പാരിതോഷികം. നിനക്കുള്ളത് വഴിയേ പണി ഞാൻ തരുന്നുണ്ട് സന്ധ്യ ഡോക്ടറെ. ഹലോ അമ്മേ. എന്തായി മോളെ? ഡോക്ടർ വന്നില്ലേ ഇതുവരെ? അതമ്മേ, ഡോക്ടർ വന്നു. പക്ഷേ അർച്ചനയ്ക്ക് ഗർഭിണിയായതിന്റെ ലക്ഷണമൊന്നും അല്ലെന്നാ പറഞ്ഞത്.
ഇവിടെ എല്ലാവരും അർച്ചന ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എന്നാ ശരി മോളെ. ഞാൻ നിന്നോട് പറഞ്ഞില്ല കമലേ, അമിതമായി നീ ഈ കാര്യത്തിന് പ്രതീക്ഷ കൊടുക്കണ്ടെന്ന്. എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് കൊടുക്കില്ല പലപ്പോഴും ഈശ്വരൻ. ഇങ്ങനൊരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് കരുതി പ്രാർത്ഥനയായിട്ട് ജീവിച്ചവരല്ലേ മാഷെ നമ്മള്. മീര വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു പോയെന്നേ ഉള്ളൂ. ഒരു പ്രതീക്ഷ തന്നിട്ട് തിരിച്ചെടുത്തപ്പോ വല്ലാത്തൊരു വിഷമം. ആ ചിലപ്പോ ഇതൊക്കെ ഈശ്വരൻ്റെ ഒരു പരീക്ഷണമായിരിക്കും. എന്നാലും എന്റെ മോള് ഒരു നിമിഷത്തേക്കെങ്കിലും അവളൊരു അമ്മയാൻ പോവാണെന്ന് അവൾ സന്തോഷിച്ചു കാണില്ലേ മാഷ്? എല്ലാ സന്തോഷവും കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ അവക്ക് കിട്ടാതെ പോയത് എന്റെ ഈശ്വര. കമലേ, ഇതിന്റെ പേരിൽ കുറെ കണ്ണുനീര് കുടിച്ചതാ ഞാനും നീയും. ജീവിതാവസാനം വരെ അതും മനസ്സിലിട്ട് ജീവിച്ചാ മതി. അതോർത്ത് വീണ്ടും വീണ്ടും കരയാനുള്ള സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കണ്ട. എന്തായാലും നമ്മൾ പേടിച്ചതുപോലും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. നമ്മുടെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ തന്നെ നോക്കിക്കോളും കമലേ. നീ വിഷമിക്കാതിരിക്കെ. അതെ, അതാണ് ഇനി ചെയ്യേണ്ടത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നന്ദൻ എന്നോടുള്ള അവഗണന കൂടുകയുള്ളൂ. ഇനി കളം മാറ്റി ചവിട്ടേണ്ട സമയം. വാശിയിൽ നടക്കാത്തത് സ്നേഹം കൊണ്ട് നേടിയെടുക്കണം. പിന്നിൽ പകയൊളിപ്പിച്ച് സ്നേഹിക്കണം.
നന്ദ, ആ നീ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണോ? അതെ അച്ഛാ. എങ്ങനെയുണ്ട് ഓഫീസിലെ അറ്റ്മോസ്ഫിയറൊക്കെ? നീ പോയ സമയത്തുള്ളതുപോലെ അല്ല ഇപ്പോൾ. എല്ലാം ഒന്ന് പരിചയമായി വരാനുള്ള താമസമുണ്ട് അച്ഛാ. പിന്നെ കുറേ കാലം ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടും അത്രേ ഉള്ളൂ. വേഗത കുറച്ച് കുറയ്ക്ക്. എല്ലാം മനഃപ്പാടമാക്കിയതിന് ശേഷം വേഗത കൂട്ടിയാൽ മതി. ഇതൊന്നും നമ്മൾ ആദ്യമായി ചെയ്യുന്നതല്ലല്ലോ. ശരി അച്ഛാ. ആഹാ, അച്ഛനിവിടെ ഉണ്ടായിരുന്നോ? അച്ഛന് ചായ എടുക്കണോ? വേണ്ട മോളെ. ഇതാ നന്ദേട്ടാ ചായ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, ദാ ചൂടോടെ ഈ ചായ കുടിച്ചേ. എനിക്ക് ചായ വേണ്ട. അതെന്താ? മുമ്പൊക്കെ ഓഫീസിൽ നിന്ന് വന്നാ അപ്പ ചായ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ആളാ. ഇപ്പൊ പിന്നെ എന്തു പറ്റി? പഴയ ദുശീലങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ കൂടെ ഇതും അത്രേ ഉള്ളൂ. ഒരു ചായ കുടിക്കുന്നതിന് ഇങ്ങനെയൊക്കെ പറയണോ നന്ദേട്ടാ? ഇതൊന്നും എടുത്തേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അവന്തി? അവന് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട മോളെ. മോനെ, ആ അത് അവൾക്ക് വിഷമായി എന്നാ തോന്നുന്നേ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് നീ അവളെ വിഷമിപ്പിക്കരുത്. ചെറിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഒരു കാര്യത്തിനും. ഇത്രയും കൊല്ലം നിന്റെ വിധവ എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കഴിഞ്ഞവളവള്. നീ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഹരിഹരൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു. നിന്റെ ഓർമ്മകളും ഞങ്ങളുടെയൊക്കെ സ്നേഹവും വിട്ട് അവള് വരില്ലെന്ന് പറഞ്ഞു. ഭർത്താവിനോടുള്ള അർച്ചനയുടെയും അവന്തികയുടെയും ആതിരയുടെയും ഒക്കെ സ്നേഹവും കരുതലും എനിക്ക് പലപ്പോഴായി മനസ്സിലായിട്ടുള്ളതാ. കൺമുന്നിലുള്ള ഭർത്താവിനെ സ്നേഹിക്കാനും പരിചരിക്കാനും നല്ലൊരു ഭാര്യയ്ക്ക് കഴിയും. എന്നാൽ കൺമുന്നിലില്ലാത്ത, മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഭർത്താവിനെ കാത്തിരിക്കാനും സ്നേഹിക്കാനും അവന്തികയെ പോലൊരു പെണ്ണിനെ കഴിയൂ. അതുകൊണ്ട് ഒരു തരത്തിലും നീ അവളെ വിഷമിപ്പിക്കരുത്. അത് ചിലപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. നന്ദേട്ടാ, എന്താ നിന്റെ ഉദ്ദേശം? നിനക്കൊരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചായ വേണ്ടെന്ന്. നന്ദേട്ടൻ എന്നോട് ഒരു തവണത്തേക്ക് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാം. നീ ചെയ്ത ഏത് കാര്യത്തിനാ ഞാൻ ക്ഷമിക്കേണ്ടത്? കുറെ കൊല്ലം എന്നെ പിടിച്ച് പൂട്ടിയിട്ടതിനോ? എന്നെ അവിടെ ഇട്ട് കൊല്ല ചെയ്തതിനോ? അതോ എന്റെ വീട്ടുകാരെ കൊല്ലാൻ നീ നടക്കുന്നതിനോ? എന്തിനാ ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടത്? ഏതൊരാൾക്കും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവും ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ഒരു പുതു ജീവിതം തുടങ്ങാൻ. എന്നാ നിനക്ക് അതില്ല. ഒരു മാപ്പ് കൊണ്ട് തീരുന്നതല്ല ഒന്നും. നിന്റെ കുറ്റങ്ങൾക്ക് മാപ്പില്ല അവന്തികെ. ശിക്ഷയേ ഉള്ളൂ. അതുപോലെ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. എന്നിട്ടും നിനക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ വിധി നടപ്പാക്കും. നീ എനിക്ക് കൊണ്ടുവന്ന ഈ ചായ ഞാൻ എങ്ങനെ വിശ്വസിച്ച് കുടിക്കും? ഇതിൽ നീ എന്നെ കൊല്ലാനുള്ള വിഷം ചേർത്തിട്ടില്ലെന്ന് ആര് കണ്ടു? നന്ദേട്ടൻ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ ഇനി എന്നെ അവിശ്വസിക്കരുത്. അങ്ങനെ ചെയ്യൂ. കാരണം എന്റെ അനുഭവങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ചെയ്തത് ഒരു കണക്കിന് നന്നായി. അതുകൊണ്ട് നിന്റെ ശരിക്കുള്ള മുഖം എന്താണെന്നും നീ ആരാണെന്നും മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ലായിരുന്നു.
സ്നേഹനിധിയായ ഭാര്യയായും മരുമകളായും ഏട്ടത്തിയായും അഭിനയിച്ച് നീ എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കുമായിരുന്നു. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കണം അല്ലേ? നീ ഇനി എത്ര അഭിനയിച്ചാലും എന്റെ മനസ്സലിയത്തില്ല അവന്തികെ. എന്നെ ഇത്രയും നാൾ പൂട്ടിയിട്ട് നീ കാണിക്കാത്ത ഒരു കരുണയും നീയും അറിയിക്കുന്നില്ല. ഞാൻ തന്നെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പലപ്പോഴും. നീ ആരാണെന്നും എന്താണെന്നും എല്ലാവരും അറിയിക്കണമെന്ന് പല ആവർത്തി തോന്നിയിട്ടും ഞാനായിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ഇതുപോലുള്ള സന്ദർഭങ്ങളുണ്ടാക്കി നീ എന്നെ കൊണ്ട് സത്യങ്ങൾ വിളിച്ച് പറയിക്കരുത്.